to all. Welcome to ASAP webinar session on pumps and pumping devices. Over to Abdul Rafiq sir. Sir, please. Good evening, students. We are discussing about synchronous motor. SMFM എന്ന സബ്ജക്ട് സിൻക്രണസ് മെഷീൻ ആൻഡ് ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടർ എന്ന സബ്ജക്റ്റിലെ തേർഡ് മോഡ്യൂളിലെ മേജർ ടോപ്പിക്സ് ആണ്. മേജർ ടോപ്പിക്സിന് അണ്ടറിൽ വരുന്നതാണ് സിൻക്രണസ് മോട്ടോറും അതിന് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കർവ്സ്, വി കർവ്സ്, ഇൻവേർട്ട്. നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഓൾട്ടർനേറ്ററെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓൾട്ടർനേറ്ററിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് സിൻക്രണസ് മോട്ടോർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൻക്രണസ് മോട്ടോറിന്റെ കൺസ്ട്രക്ഷനും പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് us see what are the construction parts of the synchronous motor. Next slide. സ്ലൈഡ് ചേഞ്ച് ചെയ്യാം. Synchronous motor, exact the motor which is rotating at a synchronous speed. A synchronous electric motor is an electric motor in which the rotation of the shaft is synchronized with the supply frequency. ഇതിന്റെ inherent meaning എന്ന് വെച്ചാൽ ഒരു മോട്ടോർ, AC motor, it may be either 3-phase or single phase, but most of the cases 3-phase synchronous motors are available because our need is to the application of the synchronous motor is like power system industries. Synchronous motor പഠിക്കുന്നത് അത് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് നമുക്ക് ഒന്ന് നോക്കണ്ടേ. മോട്ടോർ അല്ലെങ്കിൽ വേറെ DC മോട്ടോഴ്സ് നമ്മുടെ ഉപയോഗം അപ്ലിക്കേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസിലെ ലാർജ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഡ്രൈവിംഗ്, അതായത് ഇൻഡക്ഷൻ മോട്ടോർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഡസ്ട്രീസിൽ ലോഡ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സിൻക്രണസ് മോട്ടോറിനെ അങ്ങനെ ഉപയോഗിക്കുന്ന കേസസ് വളരെ കുറവാണ്. പകരം സിൻക്രണസ് മോട്ടോറിനെ ചില പെർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് സിൻക്രണസ് മോട്ടോറിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സ്പീഡ് ബിലോ 1000 RPM, അതുപോലെ തന്നെ സ്പീഡ് റിക്വയർമെന്റിലുള്ള കേസസിലൊക്കെയാണ് സിൻക്രണസ് മോട്ടോർ ഉപയോഗിക്കുക. സ്പീഡ് റെഗുലേഷൻ അല്ലെങ്കിൽ സ്പീഡ് കൺട്രോളിംഗ് മോട്ടോർ എന്ന് പറഞ്ഞാൽ വളരെ അത്ര പറ്റിയ ഒരു motor അല്ല synchronous motor as compared to induction motor. In the case of synchronous motor, it is as we know, it is a constant speed motor. That is, it is always constant for a fixed frequency. ഒരു ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സേ ഒരു 50 Hz ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീന്റെ പോൾസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ബിക്കോസ് ദ കൺസ്ട്രക്ഷൻ ഈസ് ഒരു കോൺസ്റ്റന്റ് കൺസ്ട്രക്ട് ചെയ്ത മെഷീനിലെ ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയിൽ അതിന്റെ സ്പീഡ് ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും, വേരി ദാറ്റ്. അത് സിൻക്രണസ് മോട്ടോറിന്റെ മാത്രം പ്രത്യേകതയാണ്. എപ്പോഴും കോൺസ്റ്റന്റ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. സ്പീഡിനെ നമ്മൾ സിൻക്രണസ് സ്പീഡ് എന്നാണ് പറയുക. അതിന് നമ്മൾ NS എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. NS = 120 F/P. പറഞ്ഞാൽ സിൻക്രണസ് സ്പീഡാണ്. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. P എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പോൾസ് ഓഫ് ദ മെഷീൻ ആണ്. ഇനി നമുക്ക് നോക്കാം ഈ സിൻക്രണസ് എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് സ്പീഡ് വരുന്നത്, എങ്ങനെയാണ് കോൺസ്റ്റന്റ് സ്പീഡ് ആവുന്നത് എന്നൊക്കെ നോക്കാം. ഞാൻ അതിനു മുമ്പ് പറഞ്ഞിരുന്നു സിൻക്രണസ് മോട്ടറിന്റെ ഉപയോഗം കോൺസ്റ്റന്റ് സ്പീഡിലും പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും എല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. എങ്ങനെയാണ് സിൻക്രണസ് മോട്ടോർ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നെല്ലാം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികളോട് സ്വയം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഓൾട്ടർനേറ്റർ, ജനറേറ്റർ. ആ സിൻക്രണസ് ജനറേറ്ററിന്റെ സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ് സിൻക്രണസ് മോട്ടോർ. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ്, എന്തായിരിക്കും ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഓൾട്ടർനേറ്റർ എന്ന് വെച്ചാൽ, സിൻക്രണസ് ജനറേറ്റർ എന്ന് വെച്ചാൽ
അതിനെ നമ്മൾ റേറ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും? KVA അല്ലേ? അപ്പാരന്റ് പവറിലാണ് റേറ്റ് ചെയ്യുക. പക്ഷെ ഒരു സിങ്ക്രണസ് മോട്ടോറിനെ നമ്മൾ റേറ്റ് ചെയ്യുന്നത് കിലോ വാട്ട്സ് ആക്റ്റീവ് പവറിലാണ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളൊരു ഓൾട്ടർനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ആ ഓൾട്ടർനേറ്റർ എന്താണ് പവർ സപ്ലൈ ചെയ്യാണ്. അതായത് ആ ഓൾട്ടർനേറ്ററിൽ നിന്നും ലാർജ് ലോഡ് നമ്മൾ ടേക്ക് ചെയ്യാണ്, ലാർജ് കറണ്ട് ടേക്ക് ചെയ്യാണ്. ഒരു പവർ സിസ്റ്റം, ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള ഓൾട്ടർനേറ്റർ ഉണ്ടെങ്കിൽ ആ ഓൾട്ടർനേറ്റർ ലോഡ് നമ്മൾ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു സിങ്ക്രണസ് മോട്ടറിൽ അങ്ങനെയാണോ? അല്ല. സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആണ്. സിങ്ക്രണസ് മോട്ടർ നമ്മളെ ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിങ്ക്രണസ് മോട്ടർ നമ്മൾ ആക്റ്റീവ് പവറിലാണ് റേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ നമ്മൾ KVA-യിലാണ് റേറ്റ് ചെയ്യുന്നത്. ഇത് മേജർ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സിങ്ക്രണസ് മോട്ടോർ പഠിക്കുന്ന ഏതൊരു സ്റ്റുഡന്റും അറിഞ്ഞിരിക്കേണ്ട മെയിൻ ഡിഫറൻസ് ആണ്. എന്താണ് സിങ്ക്രണസ് ജനറേറ്ററിന്റെയും മോട്ടറിന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റിംഗ് തന്നെയാണ് ആദ്യത്തെ ഡിഫറൻസ്. ബിക്കോസ് ഓൾട്ടർനേറ്റർ സപ്ലൈ ലോഡ്, ഓൾട്ടർനേറ്റർ എന്ന് വെച്ചാൽ സിങ്ക്രണസ് ജനറേറ്റർ, ബട്ട് സിങ്ക്രണസ് മോട്ടോറോ ലോഡിനെ ചെയ്തു. നെക്സ്റ്റ് സർ, let us see the main features of synchronous motor. First one, synchronous motor are inherently not self-starting. Synchronous motor self-starting അല്ല, അതിന് സ്വമേധയാ സ്റ്റാർട്ട് കഴിവില്ല. വേറൊരു അർത്ഥത്തിൽ പറയാൻ നമുക്ക് എന്താണ്, ഒരു മെഷീനിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, അതിന്റെ സ്റ്റേറ്ററിലേക്ക് റോട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരിട്ട് സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്? അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് ഇൻ സിങ്ക്രണിസം വിത്ത് സപ്ലൈ ഫ്രീക്വൻസി. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസിക്ക് സിങ്ക്രണിസത്തിലായിരിക്കും ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ ആണെന്ന് പറഞ്ഞിരുന്നു. അത് സിങ്ക്രണസ് ഏത് ഫ്രീക്വൻസിയിലാണ്? നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസിയിലാണ്. സോ only one parameter is the frequency which can determine the speed. Next feature, at a constant supply frequency it behave as speed rotor irrespective of load condition. അതിന്റെ ആണെങ്കിൽ അതിന്റെ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലോഡ് കണ്ടീഷൻ. എത്ര ലോഡ് കൊടുത്താലും മെഷീന്റെ റേറ്റഡ് ആയിട്ടുള്ള എത്ര അതിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ വേറെ മോട്ടോറെ കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ, ഇൻഡക്ഷൻ മോട്ടോർ അല്ലെങ്കിൽ DC മോട്ടോർ, അതിന്റെ എല്ലാം ലോഡ് സ്പീഡ് കെയർ എന്ന് വെച്ചാൽ ലോഡ് ഇൻക്രീസ് ആവുമ്പോൾ സ്പീഡ് എന്ത് സംഭവിക്കും? ഡിക്രീസ് ആവും അല്ലേ? പക്ഷെ സിങ്ക്രണസ് മോട്ടോറിൽ ആ ഒരു ഡിഫറൻസ് വരുന്നില്ല, എപ്പോഴും സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഫോർത്ത് വൺ ഈസ് ഇറ്റ് ഇസ് എ ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ. ഓക്കെ, അതൊരു നെക്സ്റ്റ് ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ. എന്താ ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എക്സൈറ്റഡ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ പാർട്സ് ഒന്നുകൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് ഡബ്ലി എക്സൈറ്റഡിലേക്ക് വരാം. കൺസ്ട്രക്ഷനില് എല്ലാ മെഷീനെയും കൺസ്ട്രക്ട് ചെയ്യുന്നത് സ്റ്റേറ്ററും റോട്ടറും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പല മോട്ടോഴ്സിലും DC മോട്ടോഴ്സിലും ഇൻഡക്ഷൻ മോട്ടോഴ്സിലും എല്ലാം പഠിച്ചിട്ടുണ്ടാവും. സ്റ്റേറ്ററും ഉണ്ടാവും, റോട്ടറും ഉണ്ടാവും. സ്റ്റേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേഷനറി പാർട്ടാണ് അല്ലെ? നിശ്ചലമായിരിക്കുന്ന ഒരു പാർട്സ് ആണ് സ്റ്റേഷനറി. അതിന് പ്രത്യേകിച്ച് ഒരു മോഷന്റെയോ വേറൊരു എഫക്റ്റും ഇല്ല, അത് എപ്പോഴും ഓൾവേസ് സ്റ്റേഷനറി ആയിരിക്കും. അതാണ് സ്റ്റേഷനറി പാർട്ട്, അതിനെ നമ്മൾ സ്റ്റേറ്റർ എന്ന് പറയുന്നു. Second part is rotor, which is rotating part. റോട്ടർ എന്ന് പറയും. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഇൻഡക്ഷൻ മോട്ടോർ നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ DC മോട്ടോർ ഒക്കെ പഠിക്കുമ്പോൾ, നിങ്ങൾ ഇൻഡക്ഷൻ മോട്ടോർ പഠിക്കുമ്പോൾ സ്റ്റേറ്ററിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുക, സ്റ്റേറ്ററിൽ എപ്പോഴും മാനുഫാക്ചർ ചെയ്യുക ഫീൽഡ് കൊടുത്തിട്ടാണ്. അതായത് ഫീൽഡ് പോൾസ്, മാഗ്നറ്റിക് നമ്മൾ സ്റ്റേറ്ററിൽ വരുന്നത് പോലെ അസൈൻ ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ്, മോസ്റ്റ് പ്രിഫറബിളി എപ്പോഴും ഇൻഡസ്ട്രീസ് പ്രിഫർ ചെയ്യുന്നത് കോമൺ ടൈപ്പ്, അതായത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സിങ്ക്രണസ് മോട്ടർ എന്ന് വെച്ചാൽ
അതിന്റെ ആർമേച്ചർ സ്റ്റേഷനറി ആയിരിക്കും, ഫീൽഡ് റൊട്ടേറ്റിംഗ് ആയിരിക്കും. അതായത് സ്റ്റേറ്ററിലെ ആർമേച്ചർ വൈൻഡിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അതുപോലെ തന്നെ റോട്ടർ ആണ് ഇവിടെ ഫീൽഡായി ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആർമേച്ചർ സ്റ്റേഷനറി ആക്കി വെച്ച് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് സർ. These are the advantages of stationary armature. First one, it is easier to insulate stationary winding for high voltages. വൈൻഡിങ്സ് സ്റ്റേഷനറി ആക്കി കഴിഞ്ഞാൽ, അതായത് 3 phase വൈൻഡിങ്സ് ആർമേച്ചർ വൈൻഡിങ്സ് സ്റ്റേഷനറി ആക്കി കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജസിൽ ഇൻസുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത് സിൻക്രണസ് ജനറേറ്ററിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സിൻക്രണസ് ജനറേറ്ററിന്റെയും മോട്ടറിന്റെയും കൺസ്ട്രക്ട് സിമിലർ ആണ്. സോ രണ്ടിന്റെയും കോമൺ അഡ്വാൻറ്റേജ് ആയി നമുക്ക് എടുക്കാം. അതിനെ ഇൻസുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. സെക്കൻഡ് അഡ്വാൻറ്റേജ്, stationary 3 phase armature can be directly connected to load without going through large unreliable slip rings and brushes. നോക്കിക്കോളൂ, നിങ്ങൾ റൊട്ടേറ്റിംഗ് പാർട്സിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആർമേച്ചർ വൈൻഡിങ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര ബ്രഷ് വേണ്ടി വരും, എത്ര സ്ലിപ്പ് റിങ്സ് വേണ്ടി വരും. ഇത്രയും ബ്രഷ് സ്ലിപ്പ് റിങ്സും എല്ലാം മെഷീന്റെ വിയർ ആൻഡ് ടിയർ ഇംപ്രൂവ് ആക്കില്ലേ, ഇൻക്രീസ് ആക്കില്ലേ. വിയർ ആൻഡ് ടിയർ കൂടി കഴിഞ്ഞാൽ മെഷീന്റെ എഫിഷ്യൻസി കുറയില്ലേ, ലൈഫ് കുറയില്ലേ. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം റോട്ടോറിലാണ് ആർമേച്ചർ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു എഫക്റ്റ് വരാം. പക്ഷെ നിങ്ങൾക്ക് സ്റ്റേഷനറി സ്ലിപ്പ് റിങ്സിന്റെയും അതുപോലെ ബ്രഷസിന്റെയും നമ്പേഴ്സ് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ, ഓൺലി 2 സ്ലിപ്പ് റിങ്സ് ആർ റിക്വയർഡ്. അതായത് ഇവിടെ 2 സ്ലിപ്പ് നമുക്ക് റിക്വയർഡ് ആയിട്ട് വരുന്നുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതായത് ഫീൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ DC സപ്ലൈ. അതെ, ഇവിടെ റോട്ടോറിൽ നമ്മൾ DC എക്സൈറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 2 സ്ലിപ്പ് റിങ്സ് ആവശ്യമായി വരുന്നത്. അത് കാരണം നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ ലൈറ്റ് കൺസ്ട്രക്ഷൻ ആക്കാൻ പറ്റും എന്നെല്ലാം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡ്യൂ ടു ദ സിമ്പിൾ ആൻഡ് റോബസ്റ്റ് the higher speed of rotating DC field is possible. So റോട്ടോറിന് ഹയർ സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് 2 ടൈപ്പ് സിൻക്രണസ് മോട്ടർ ഉണ്ട്, സാലിയന്റ് പോളും സിലിണ്ടറിക്കലും. സിലിണ്ടറിക്കലിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമുക്കിത് പറയാൻ പറ്റുക. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിൽ നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് സർ. This is the construction diagram. The stator is the outer part and the rotor is the inner part. As we know, in every electrical machine, these are the arrangement. Rotor is the inner part and stator is the outer part. Here we are supplying AC supply using 3 phase synchronous motor. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രീസിലെല്ലാം നമ്മൾ പ്രിഫർ ചെയ്യുന്ന 3 phase synchronous motor തന്നെയാണ്. സോ നമുക്ക് 3 phase synchronous motorന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും പഠിക്കാം. 3 phase മോട്ടർ ആണെന്ന് അസ്യൂം ചെയ്യാം. സോ നമ്മൾ സ്റ്റേറ്ററിലേക്ക് 3 phase AC സപ്ലൈ കൊടുക്കുന്നു. നമുക്കറിയാം 3 phase സപ്ലൈ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് എങ്ങനെയായിരിക്കും, 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, RYB ഫേസ് എല്ലാം 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റില് കണക്റ്റഡിലോ ഡെൽറ്റ കണക്റ്റഡിലോ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുക. ഓൾവേസ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, അതായത് പവർ സിസ്റ്റം KCB നമുക്ക് തരുന്നത് സെക്കൻഡറിയിൽ നമുക്ക് എങ്ങനെ കിട്ടുക, സ്റ്റാർ കണക്റ്റഡ് ആയിട്ടാണ് കിട്ടുക. സോ സ്റ്റാർ കണക്റ്റഡ് AC സപ്ലൈ നമുക്ക് ഇൻപുട്ട് ആയി കിട്ടുന്നു. അത് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു, സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്നു. ആ സ്റ്റേറ്റർ വൈൻഡിങ്ങിന് മുമ്പ് നമുക്ക് എന്തെല്ലാം വേണം, സ്റ്റേറ്ററിന്റെ കോറ് വൈൻഡിങ് എല്ലാം ഉണ്ട്, അതെല്ലാം നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ഓവറോൾ ലേ ഔട്ട് നിങ്ങൾ നോക്കും. സ്റ്റേറ്ററിന്റെ ഔട്ടർ കവറില്, നെക്സ്റ്റ് ഇന്നർ ഏരിയയില് റോട്ടോർ ആണുള്ളത്. ആ റോട്ടോർ കോർ ഉണ്ടാകും, വൈൻഡിങ് ഉണ്ടാവും. നെക്സ്റ്റ് ഒരു DC സപ്ലൈ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്റ്റേറ്ററിലേക്ക് AC സപ്ലൈ കൊടുക്കുന്നു, റോട്ടോറിലേക്ക് DC സപ്ലൈ കൊടുക്കുന്നു. That is, we are giving 2 excitation. Excitation means double excitation. So the main feature of the synchronous motor is the doubly excited motor. Excitation ആണ് നമ്മൾ കൊടുക്കുന്നത്. First one is the state excitation, that is 3 phase AC
Next one is the rotor excitation, which is DC supply. അതാണ് സിൻക്രണസ് മോട്ടറിന്റെ ഒരു മെയിൻ ഫീച്ചർ. ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് കൺസ്ട്രക്ഷൻ നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് സർ. First one is the stator frame. It is the outer body of the machine made of cast iron. It protects the inner part of the machine. Machine കാണപ്പെടുന്ന ആ ഫ്രെയിമിനെയാണ് സ്റ്റേറ്റർ ഫ്രെയിം എന്ന് പറയാം. ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കാസ്റ്റ് അയണിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മോർ മെക്കാനിക്കൽ സ്ട്രെങ്ത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ മെഷീൻ. നമുക്കറിയാം എല്ലാ ഇലക്ട്രിക്കൽ മെഷീൻ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു കോർ ഉണ്ടാവും, ഒരു വൈൻഡിങ് ഉണ്ടാവും. ഈ കോറ് നമ്മൾ എടുക്കുന്നത് തന്നെ ഡിസൈൻ കൺസിഡറേഷൻ വെച്ചിട്ടാണ്. ആ ഡിസൈൻ അച്ചീവ് ചെയ്താൽ മാത്രമേ നമ്മളെ മെഷീനിന്റെ എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നത് നമ്മൾ ആ എടുക്കുന്ന കോറ് എപ്പോഴും ഡിസൈൻ വാല്യൂലായിരിക്കണം. അതിന്റെ മെയിൻ 2 കൺസിഡറേഷൻ നമുക്കുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റർ സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റീൽ എന്ന മെറ്റീരിയൽ, സ്റ്റീലിന് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവും, ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാവും, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ പഠിച്ചു തന്നെ ആയിരിക്കും. അതിലേക്ക് നമ്മൾ സിലിക്കൺ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റീൽ എന്ന് വെച്ചാൽ നമ്മൾ മാഗ്നറ്റിക് കോറായി എടുക്കുന്ന, ഇവിടെ എല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക്കിനെ കുറിച്ചാണ് പറയുന്നത്. സോ മാഗ്നറ്റിക് കോറായി നമ്മൾ എടുക്കുന്നത് സ്റ്റീൽ മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ ഹിസ്റ്റെറിസിസ് കർവ് എന്ന് പറഞ്ഞ ഒരു കർവ് ഉണ്ട്. ഇലക്ട്രിക്കൽ ക്യാരയാണ്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. കർവ് എന്ന് വെച്ചാൽ മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും നടക്കുമ്പോൾ, അതായത് ഒരു കണ്ടിന്യൂസ് മാഗ്നറ്റൈസേഷൻ നടക്കുന്നു. മാഗ്നറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ടിന്റെ മാക്സിമം വാല്യൂ നമ്മൾ എത്തിക്കുന്നു. അതിനുശേഷം ഇലക്ട്രിക്കൽ കറണ്ട് റെഡ്യൂസ് ചെയ്ത് 0യിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുമ്പോൾ മാഗ്നറ്റൈസേഷൻ നടക്കുന്നു, ഡീമാഗ്നറ്റൈസേഷൻ നടക്കുന്നു. കണ്ടിന്യൂസ് ആയി നടക്കുമ്പോൾ അതിന്റെ ഒരു BH കർവ് എന്ന് പറയും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിലുള്ള ആ ഒരു കർവിന്റെ വിഡ്ത്ത് ലാർജ് ആവുകയാണെങ്കിൽ അതിന് ലാർജ് ലോസസ് ഉണ്ടാവും. ഹിസ്റ്റെറിസിസ് ലോസ് എന്നാണ് പറയുക. ആ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ ഹിസ്റ്റെറിസിസ് കർവ് ആണ്. ഹിസ്റ്റെറിസിസ് കർവിന്റെ ഏരിയ കൂടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക കൂടുതലുള്ള മെഷീനാണോ? അല്ലെ, നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്? എഫിഷ്യൻസി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ മെഷീൻസിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത് എഫിഷ്യൻസി മാക്സിമം ആയിട്ടുള്ള മെഷീൻസ് ആണ്. 20 മിനിറ്റ്സ് ആയോ? 20 മിനിറ്റ്സ് ആയി. നമുക്ക് ഒരു ക്വസ്റ്റ്യനെ വന്നിട്ടുള്ളൂ. ഞാനത് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യാം സർ. Why motors are rated in kW not in kVA? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് സർ വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു തന്നിരുന്നു, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. 2 എണ്ണം ഡിഫറെന്റ് ആയിട്ട്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയി നോക്കാം. മോട്ടോഴ്സിനെ നമ്മൾ റേറ്റ് ചെയ്യുന്നത് kW നോട്ട് ഇൻ kVA. അതാണ് ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടാണ് kW റേറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് kVA റേറ്റ് ചെയ്യുന്നു? നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട്, നിങ്ങൾ ഒരു ട്രാൻസ്ഫോമർ എടുത്തു നോക്കുക. ഒരു ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു ജനറേറ്റർ എടുക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ച ആള് ഓൺലൈനിൽ ഉണ്ടാവും വിചാരിക്കുന്നു. ഒരു ജനറേറ്റർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ജനറേറ്ററിലേക്ക് നമുക്ക് ഡിഫറെന്റ് ലോഡ്സ് കണക്ട് ചെയ്യാം. സേ ഞാനൊരു ഫാൻ കണക്ട് ചെയ്യുന്നു, ഒരു ലാമ്പ് കണക്ട് ചെയ്യുന്നു. ആ ലാമ്പ് തന്നെ ഡിഫറെന്റ് ലാമ്പ് ആവാം, LED ലാംപ്സ് ആവാം, ഇൻകാൻഡസെന്റ് ലാമ്പ് ആവാം, പിന്നെ മോട്ടോഴ്സ് കണക്ട് ചെയ്യാം. എനിക്ക് ആ ജനറേറ്ററിലേക്ക് എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഒരു ജനറേറ്റർ എപ്പോഴും റേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? kVA അല്ലേ? കോൺസിക്വൻസ് എന്തൊക്കെയാണോ? ഈ kVA റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ എനിക്കൊരു ജനറേറ്ററിനെ kVA റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെ തരികയാണെങ്കിൽ kVA എന്ന് വെച്ചാൽ എന്താണ്? വോൾട്ടേജും കറണ്ടും അപ്പാരന്റ് പവറിനെയാണ് kVA എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു ഫാക്ടർ ചെയ്യുന്നില്ല. അത് എന്ത് ഫാക്ടറാണ്? വിച്ച് ഫാക്ടർ? പവർ ഫാക്ടർ. ആ പവർ ഫാക്ടർ എന്നത് മാനുഫാക്ചറിങ് ചെയ്യുന്ന എനിക്ക് അൺനോൺ ആണ്. അതായത് നിങ്ങൾ ഏത് പവർ ഫാക്ടർ
ആ ജനറേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നത് മാനുഫാക്ചറർ ആയ എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഫാൻ ഉണ്ടാവും, ആ ഫാൻ ഇൻഡക്റ്റീവ് ലോഡാണ്. ആ ഇൻഡക്റ്റീവ് ലോഡ് അത് എത്ര പവർ ഫാക്ടറിലാണ് ചെയ്യാന്ന് വെച്ചാൽ 0.8 0.9 അതുപോലെ ഇൻകാൻഡസൻ ലാമ്പ് ആണെങ്കിൽ പവർ ഫാക്ടർ 1 ആവും. ഇനി നെക്സ്റ്റ് നിങ്ങളൊരു CFL കൊടുത്തു കഴിഞ്ഞാൽ പവർ ഫാക്ടർ അങ്ങനെ ഡിഫറെന്റ് പവർ ഫാക്ടറിൽ നിങ്ങൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യും. പക്ഷെ മാനുഫാക്ചറർക്ക് അറിയോ? he doesn't know whether the power factor, which power factor can be adopted for this machine. So they just giving KVA output. പക്ഷെ ഒരു മോട്ടോറിലാണെങ്കിൽ നമുക്ക് അതിന്റെ ഇതാണ് മോട്ടോറിനെയും ജനറേറ്ററിനെയും റേറ്റ് ചെയ്യാനുള്ള കാരണം ഈ KVA ജനറേറ്റർ മാത്രമല്ല ട്രാൻസ്ഫോമർ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് KVA ആയിരിക്കും റേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ബിക്കോസ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലുള്ള ലോഡ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് KW മോട്ടോറിനെ പ്രിഫർ ചെയ്യുന്നത്. സർ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വൈ ഇസ് ഇറ്റ് യൂസ്ഡ് ബിലോ 1000 RPM? നേരത്തെ ചോദിച്ചു why it is used below 1000 RPM നേരത്തെ ചോദിച്ചതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് വെച്ചാൽ ബിലോ 1000 RPM നമ്മള് സാലിയൻ പോൾ മോട്ടോറിലാണ് യൂസ് ചെയ്യുന്നത്. വെച്ചാല് അതിന്റെ ഷോർട്ട് ആക്സിയൽ ലെങ്ത്തും ലാർജ് ഡയക്കും നമുക്ക് സിലിണ്ടറിക്കൽ റോട്ടർ കിട്ടുക. പക്ഷെ നമുക്കത് സാലിയൻ പോളിൽ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. സാലിയൻ പോൾ റോട്ടർ എപ്പോഴും ഒരു സ്പീഡിൽ നമുക്ക് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ 1000 RPM ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ സിലിണ്ടറിക്കൽ റോട്ടറായി ഡിസൈൻ ചെയ്താൽ മതി. അതിന്റെ 2 ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ പറയാം. ഇല്ല സർ, കണ്ടിന്യൂ ചെയ്യാം സർ. കണ്ടിന്യൂ ചെയ്യണോ അതോ ക്വസ്റ്റ്യൻ ഉണ്ടോ? ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം സർ. സ്ലൈഡ് സ്റ്റേറ്റർ കോർ ഒന്നുകൂടെ എടുക്കാമോ? പ്രീവിയസ് സ്ലൈഡ്. ഓക്കെ, നേരത്തെ പറഞ്ഞു സ്റ്റേറ്റർ കോർ സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാനാണ്. അതായത് ഒരു ഇലക്ട്രിക്കൽ മെഷീന്റെ 4 ലോസ് 2 ലോസ് ആണ്, ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും. അതിന്റെ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് വെരി നാരോ ഹിസ്റ്ററിസിസ് കർവ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ലോസ് വളരെ കുറവായിരിക്കും. സോ വി ക്യാൻ ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ. Next, it is made from a number of stamps which are insulated. Number of stamps അല്ലെങ്കിൽ laminations. അത് നമുക്ക് പറയാം. എന്താണ് സ്റ്റാമ്പിംഗ്? സ്റ്റാമ്പിംഗ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സോളിഡിനെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റാമ്പിങ്സ് ആയിട്ട്, അതായത് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത പോലെ. ഞങ്ങൾ ഒരു കുക്കുംബറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറെ സ്ലൈസസ് ആക്കില്ലേ, ഒരു ഫുൾ കുക്കുംബറിനെ കുറെ സ്ലൈസസ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഒരു ഫുൾ സിലിക്കൺ സ്റ്റീലിന്റെ പീസിനെ കുറെ സ്ലൈസസ് ആക്കി എടുക്കുന്നതിന് നമ്മൾ സ്റ്റാമ്പിംഗ് എന്ന് പറയും. അത് സ്റ്റാമ്പിംഗ് ആക്കി കഴിഞ്ഞാൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന്റെ ഓവറോൾ ലെങ്ത് ഇംപ്രൂവ് ആവും. ഓവറോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് കൂട്ടാനും എഡി കറന്റ് കുറയ്ക്കാനും പറ്റും. എഡി കറന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കറന്റ് ആണ്, അൺവാണ്ടഡ് സർക്കുലേറ്റിംഗ് കറന്റ് ത്രൂ ദ കോർ ആണ് എഡി കറന്റ് അല്ലേ. സോ വി ഹാവ് ടു റെഡ്യൂസ് ദാറ്റ് എഡി കറന്റ്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദാറ്റ് എഡി കറന്റ് വി ആർ യൂസിങ് സ്റ്റാമ്പിംഗ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ. സോ മെഷീൻ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ്, കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ 2 ലോസസ് എപ്പോഴും ഒരു മാനുഫാക്ചററുടെ ഡിസൈൻ, അതിന്റെ ഹിസ്റ്ററിസിസ് ലോസ് and eddy current loss should be reduced. Its function is to provide easy path of access. Slots are cut on the inner periphery of the stator core in which 3-phase or single-phase winding is placed. Okay, stator core, stator frame inde ഇന്നർ ആയിട്ടുള്ള ആ സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ നമ്മൾ സ്റ്റേറ്റർ കോർ എന്ന് പറയും. ആ സ്റ്റേറ്റർ കോറിൽ സ്ലോട്ട്സ് ഉണ്ടാകും. ആ സ്ലോട്ട്സ് എന്തിനു വേണ്ടിയിട്ടാണ്? വൈൻഡിങ്സിന് വേണ്ടിയിട്ടാണ്. 3-phase അല്ലെങ്കിൽ സിംഗിൾ. നേരത്തെ പറഞ്ഞ പോലെ 3-phase വൈൻഡിങ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 3-phase സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ് ആണ് നമ്മൾ അവിടെ
അവിടെ കണക്ട് ചെയ്യുന്നത്. ആ 3-phase സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ സെവറൽ സോഴ്സിലായിരിക്കും. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വൈൻഡിങ് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങും കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങും ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്സ് ആണ് നമ്മൾ distributed winding. It produces an essentially sinusoidal space distribution of EMF. സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള 3-phase AC സപ്ലൈ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിലേക്ക്, അതായത് സ്റ്റേറ്റർ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലുള്ള സൈനുസോയിഡൽ EMF ജനറേറ്റ് ചെയ്യുന്നു. അതായത് EMF കാരണം ജനറേറ്റ് ചെയ്യും. അത് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനിൽ നോക്കാം. നെക്സ്റ്റ് പാർട്ട്. നെക്സ്റ്റ് സ്ലൈഡ് സർ. Next is rotor construction. The rotating part of the machine is called two types of rotor construction, namely the salient pole rotor and the cylindrical. പറഞ്ഞ തന്നെ റൊട്ടേറ്റിംഗ് പാർട്ടാണ് റോട്ടർ. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, സാലിയൻ പോൾ ഉണ്ട്, സിലിണ്ടറിക്കൽ റോട്ടർ റോട്ടർ അല്ലെങ്കിൽ നോൺ സാലിയൻ പോൾ റോട്ടർ ഉണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആർമേച്ചർ സ്റ്റേഷനറി ആണ്. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫീൽഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ രണ്ട് ടൈപ്പ് ഫീൽഡ് എങ്ങനെയെല്ലാം വേരി ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് സർ. സാലിയൻ പോൾ റോട്ടർ. സാലിയൻ പോൾ അറേഞ്ച്മെന്റ്. പോൾസ് ആർ പ്രൊജക്റ്റിംഗ് അല്ലെ, ഇത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ പോൾസിനാണ് സാലിയൻ പോൾ അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഇതിൽ രണ്ട് വൈൻഡിങ് കാണപ്പെടുന്നുണ്ട് നിങ്ങൾക്ക്. ഈ പോളിന്റെ പോൾ ഫേസിന് താഴെ രണ്ട് സൈഡിലായി കാണപ്പെടുന്നതാണ് ഫീൽഡ് വൈൻഡിങ്. ആ ഫീൽഡ് വൈൻഡിങ് നിങ്ങൾക്ക് ഒരു ഷെയ്ഡഡ് പോർഷൻ പോലെ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഷെയ്ഡഡ് ആയിട്ടുള്ള ആ ഏരിയയാണ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയാം. അതുപോലെ പോളിന്റെ ഏറ്റവും എൻഡില്, അതായത് ഏറ്റവും ആർച്ച് ഷേപ്പിൽ അവിടെ കാണപ്പെടുന്ന ആ വൈൻഡിങ് ആണ്. അതായത് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, ഡാമ്പർ വൈൻഡിങ് ഉണ്ട്. സാലിയൻ പോൾ റോട്ടോറിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഫീൽഡ് വൈൻഡിങ്. ഡാമ്പർ വൈൻഡിങ് ഉണ്ടാവും. ഈ ഡാമ്പർ വൈൻഡിങ്ങിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നെക്സ്റ്റ് ഇന്നർ ആയിട്ട് ഒരു സ്പൈഡർ ഉണ്ട് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് സാലിയൻ പോൾ ഹാസ് നോൺ യൂണിഫോം. നിങ്ങൾ നോക്കിയപ്പോൾ കാണപ്പെട്ടുണ്ടാവും ഒരു പോളിനെ, അതായത് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സിൽ കണ്ടതുകൊണ്ട് തന്നെ അതിന്റെ എയർ ഗ്യാപ്പിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോൺ യൂണിഫോം ആയിരിക്കും. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാവുന്ന ആ വേവ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രപ്പീസിയം ഷേപ്പിലാണ് ആക്ച്വലി കാണപ്പെടുക. അത് നമുക്ക് അവോയ്ഡ് ഷൂ എന്ന് പറയുന്നത്, ആ പോൾ ഷൂ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യൂണിഫോം ആക്കി നമുക്ക് യൂണിഫോം ആക്കി മാഗ്നറ്റിക് ഫീൽഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ദ എയർ ഗ്യാപ്പ് ഇസ് മിനിമൈസ്ഡ് അണ്ടർ ദ പോൾ സെന്റർ ആൻഡ് ഇറ്റ് ഇസ് മാക്സിമം ബിറ്റ്വീൻ ദ പോൾസ്. അതായത് എന്തുകൊണ്ടാണ് നോൺ യൂണിഫോം ആവണമെന്ന് പറയുന്നത്? അതായത് മിനിമൈസ്ഡ് അണ്ടർ ദ പോൾ സെന്റർ. പോളിന്റെ സെന്റർ എന്ന് വെച്ചാൽ പോളിന്റെ സെന്ററിൽ മിനിമൈസ് ആയിരിക്കും എയർ ഗ്യാപ്പ്, അതുപോലെ മാക്സിമം ആയിരിക്കും. സാലിയൻ പോൾ റോട്ടർ ഹാസ് ദ ഫോളോയിങ് ഇമ്പോർട്ടന്റ് പാർട്സ്. സാലിയൻ പോളിന്റെ പാർട്സ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. കോറും പോൾ ഷൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പോളിന് കോർ ഉണ്ടാവും, ഷൂ ഉണ്ടാവും. ഈ പോൾ വൈൻഡിങ്സ് പ്ലേസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് എടുക്കുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ കോർ ഉണ്ടാവും, വൈൻഡിങ് ഉണ്ടാവും. ഈ കോറിൽ പോൾ കോറിലാണ് നമ്മൾ ലാമിനേറ്റഡ് സ്റ്റീൽ ലാമിനേറ്റഡ് സ്റ്റീൽ തന്നെയാണ് ഇവിടെയും പോൾ കോറായി യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും കുറയ്ക്കാനാണ് ലാമിനേറ്റഡ് ഷീറ്റ് സ്റ്റീൽ എടുക്കുന്നത്. പോൾ കോർ പ്രൊവൈഡ് ഈ പോൾ കോർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഉള്ള പാത്ത് അല്ലെ, കോറിലൂടെ ഫ്ലക്സ് ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ഓഫ് ഫ്ലക്സിന്റെ പാത്താണ് ഈ പോൾ കോർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പോൾ ഷൂ ഡിസ്ട്രിബ്യൂട്ട്സ് ദ ഫീൽഡ് ഓർ ദ ഹോൾ പെരിഫറി യൂണിഫോംലി ടു പ്രൊഡ്യൂസ് എ സൈൻ വേവ്. നേരത്തെ പറഞ്ഞ പോലെ സാലിയൻ പോളിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ട്രപ്പീസോയിഡൽ വേവ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. ട്രപ്പീസോയിഡൽ വേവിനെ പോൾ ഷൂ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട്സ് ദ ഫീൽഡ് ഓവർ ദ ഹോൾ പെരിഫറി. പോൾ ഷൂ കാരണം അതിന് യൂണിഫോം ആയിട്ട് ഒരു സൈനുസോയിഡൽ വേവ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് പോൾ ഷൂവിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് സ്ലൈഡ്. ഫീൽഡ് വൈൻഡിങ് ഓർ എക്സൈറ്റിംഗ്.
ഞാൻ നിങ്ങൾക്ക് ഫിഗറിൽ കാണിച്ചു തന്നിരുന്നു രണ്ട് സൈഡിലുള്ള ഷെയ്ഡഡ് പോർഷൻ ആണ് ഫീൽഡ് വൈൻഡിങ്. ആ ഫീൽഡ് വൈൻഡിങ് എന്ന് വെച്ചാൽ it is wound on the former and around the pole core. DC supply is given to it through slip rings. When direct current flow through the field winding to produce the required magnetic field. രണ്ട് സൈഡിലുള്ള ഫീൽഡ് വൈൻഡിങ്ങില് നമ്മൾ ഡി സി സപ്ലൈ ആണ് കൊടുക്കുന്നത്, ഡി സി എക്സൈറ്റേഷൻ ആണ് കൊടുക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഡബ്ല്യു എക്സൈറ്റഡ് ആണ്, സ്റ്റേറ്ററിലേക്ക് എ സി എക്സൈറ്റേഷൻ ആണ്, റോട്ടറിലേക്ക് ഡി സി എക്സൈറ്റേഷൻ ആണ്. സോ രണ്ട് സ്ലിപ്പ് റിംഗ് ഉപയോഗിച്ച് ഡി സി എക്സൈറ്റേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് രണ്ട് വൈൻഡിങ് കാണപ്പെട്ടിരുന്നു, ഫീൽഡ് വൈൻഡിങ് ഉണ്ടായിരുന്നു, പോൾ ഫേസിന്റെ ഏറ്റവും എൻഡിലായിട്ട് ആർച്ച് ഷേപ്പിൽ കാണപ്പെടുന്നത് ഡാമ്പർ വൈൻഡിങ് ആയിരുന്നു. അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചർ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു സിൻക്രണസ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. സോ സാലിയൻ പോൾ സിൻക്രണസ് മോട്ടോർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്റ്റാർട്ട് ചെയ്യുക ഡാമ്പർ വൈൻഡിങ് ഉപയോഗിച്ചിട്ടാണ്. ബിക്കോസ് അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ്. അതിന്റെ സ്റ്റാർട്ടിങ് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. നോൺ സാലിയൻ പോൾ റോട്ടർ. ഇനി നോൺ സാലിയൻ പോൾ റോട്ടറിൽ സിലിണ്ടറിക്കൽ റോട്ടർ എന്ന് പറയും. ഈ സിലിണ്ടറിക്കൽ ഉണ്ടാവില്ല. ചെയ്തിരിക്കുന്നത് സോളിഡ് ഫോർഗിങ്സ് ഓഫ് ഹൈ ഗ്രേഡ് നിക്കൽ ക്രോം മോളിബ്ഡിനം സ്റ്റീൽ ആണ്. ഇത് അതിന്റെ ഹയർ സ്പീഡിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരിയാണ്. മോളിബ്ഡിനം സ്റ്റീൽ ആണ് നമ്മൾ എടുക്കുക. ഇറ്റ് ഹാസ് എ കമ്പാരിറ്റീവ്ലി വെരി സ്മോൾ ഡയമീറ്റർ ആൻഡ് ലോങ് ആക്സിയൽ ലെങ്ത്. ഇവിടുത്തെ ആക്സിയൽ ലെങ്ത് കൂടുതലും ഡയമീറ്റർ സ്മോളും ആണ്. നോൺ സാലിയൻ പോളില് ഡയമീറ്റർ ലാർജും ആണ്, ആക്സിയൽ ലെങ്ത് ഷോർട്ടും ആണ്. സോ ആക്സിയൽ ലെങ്ത് കുറവെന്ന് വെച്ചാൽ അതിന്റെ സ്പീഡ് നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ അപ്പുറത്ത് സ്പീഡ് പോകാൻ പറ്റില്ല. അതാണ് ഒരാൾ ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് സ്പീഡ് ലെസ് ദാൻ 1000 ആയി എന്ന് പറയുന്നത്. അതിന്റെ ഡയമീറ്റർ ലാർജും ആക്സിയൽ ലെങ്ത് ഷോർട്ടും ആണ് സാലിയൻ പോളിന്റെ. നെക്സ്റ്റ് സ്ലൈഡ്. നോൺ സാലിയൻ പോൾ റോട്ടർ ഹാവ് ദ ഫോളോയിങ് പാർട്സ്. എന്തൊക്കെയാന്ന് നോക്കാം. റോട്ടർ കോർ ഉണ്ടാവും, അതുപോലെ വൈൻഡിങ് എക്സൈറ്റേഷൻ വൈൻഡിങ് ഉണ്ടാവും. റോട്ടർ കോർ എന്ന് വെച്ചാൽ ഈ സിലിക്കൺ സ്റ്റീൽ തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, കുറച്ച് റിപ്പീറ്റേഷൻ തന്നെയാണ്. റോട്ടറിലും സെയിം തന്നെയാണ്. ഫീൽഡ് വൈൻഡിങ് ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഓൺ ദ റോട്ടർ സ്ലോട്ട്. കറന്റ് ഇസ് പാസ്ഡ് ത്രൂ ദ വൈൻഡിങ് സച്ച് എ വേ ദാറ്റ് പോൾസ് ആർ ഫോംഡ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്. ഇവിടുത്തെ റോട്ടറിന്റെ ഫീൽഡ് വൈൻഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റേറ്ററിൽ ഫോം ചെയ്ത എ സി വൈൻഡിങ്, എ സി സ്റ്റേറ്റർ സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് സൈനസോയിഡൽ 3 ഫേസ് സൈനസോയിഡൽ റൊട്ടേഷണൽ ഫീൽഡ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ഡി സി സപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും റൊട്ടേഷണൽ ഫീൽഡ് കിട്ടുന്നില്ല, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നില്ല. ഇൻസ്റ്റഡ് എന്താണ് നമുക്ക് കിട്ടുന്നത്, എപ്പോഴും ഒരു ഫിക്സഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കിട്ടുന്നത്. കാരണം എന്താണ്, ഡി സി എക്സൈറ്റേഷൻ ആണ് റോട്ടറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് വർക്കിംഗ്. നമ്മൾ ഇത്ര നേരം കൺസ്ട്രക്ഷൻ നോക്കിയിരുന്നു, ഇനി നമുക്ക് വർക്കിംഗിലേക്ക് കിടക്കാം. സ്റ്റേറ്റർ ഈസ് wound the similar number of poles as that of rotor. സ്റ്റേറ്ററിന്റെയും റോട്ടറിന്റെയും പോൾസ് സെയിം ആയിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, മാഗ്നറ്റിക് ലോക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ മാഗ്നറ്റിക് ആണ് മെയിൻ ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ സ്റ്റേറ്ററും റോട്ടറും മാഗ്നറ്റിക് ലോക്ക് ആവുമ്പോഴാണ് സെയിം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഇൻഡക്ഷൻ മോട്ടോർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും റോട്ടർ എപ്പോഴും എന്തായിരിക്കും, സ്റ്റേറ്ററിനേക്കാളും ലെസ് ദാൻ, സ്റ്റേറ്ററിന്റെ സ്പീഡിനേക്കാളും ലെസ്സർ ആയിട്ടായിരിക്കും ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുക. ഒരിക്കലും സ്റ്റേറ്ററിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ സ്പീഡിൽ റോട്ടറിനെ ഇൻഡക്ഷൻ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ സിൻക്രണസ് മോട്ടറിനാകുമ്പോഴോ സ്റ്റേറ്ററിനും റോട്ടറിനും സെയിം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്പർ ഓഫ് പോൾസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കണം. ഈ സ്റ്റേറ്റർ മാഗ്നറ്റിക് ലോക്കിംഗ്, സ്റ്റേറ്ററിന്റെയും റോട്ടറിന്റെയും മാഗ്നറ്റിക് ലോക്കിംഗ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന്റെ പോൾസ് സെയിം ആയിരിക്കണം. The 3-phase AC supply produce rotating magnetic field in the stator. സ്റ്റേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്, സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ് ആണ്. സോ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, റോട്ടർ വൈൻഡിങ് ഇസ് ഡി സി സപ്ലൈ വിച്ച് മാഗ്നറ്റൈസസ് ദ റോട്ടർ. റോട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഡി സി ആണ്. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആവും, അത് റൊട്ടേറ്റിംഗ് ആയിരിക്കില്ല. ഇനി എന്ത് സംഭവിക്കും നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. ഒരു 2-pole മെഷീൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാനിത് പ്രാക്ടിക്കലി നമ്പർ ഓഫ് പോൾസ് നമുക്ക് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രണ്ട് ഫിഗറുകൾ. ഫസ്റ്റ് ഫിഗറിൽ സ്റ്റേറ്ററിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു, NS. അതുപോലെ അപ്പറിൽ NS-ഉം ബോട്ടത്ത് SS-ഉം. അത് സ്റ്റേറ്റർ. NS എന്ന് വെച്ചാൽ, SS എന്ന് വെച്ചാൽ സൗത്ത് ഓഫ് ദ സ്റ്റേറ്റർ. നെക്സ്റ്റ്, റോട്ടോറിൽ ഒരു രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു, അപ്പറിലും ബോട്ടത്ത് സൗത്ത് പോൾ. സോ ഫസ്റ്റ് കേസിൽ നിങ്ങൾ നോക്കൂ, റോട്ടോറിന്റെ
DC സപ്ലൈ കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആയി. അത് നോർത്തും സൗത്തും ആണ്. അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ബിക്കോസ് DC ഈസ് എ ഡയറക്റ്റ് കാരണമാണ്, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതിനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റേറ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്നത് 3 ഫേസ് AC ആണ്. AC എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ആണ്. ആദ്യത്തെ കേസിൽ സ്റ്റേറ്റർ റോട്ടറിലെ നോർത്തും കാരണം ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ റിപ്പൾസീവ് ഫോഴ്സ് കാരണം റോട്ടോർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. റൊട്ടേറ്റ് ചെയ്യുന്നില്ല, റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. നെക്സ്റ്റ് ഫിഗറിൽ നോക്കൂ നിങ്ങൾ. സെക്കൻഡ് ഫിഗറിൽ ആഫ്റ്റർ സം ടൈംസ് എന്ത് സംഭവിക്കുന്നു? ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞാൽ AC അല്ലേ, സ്റ്റേറ്ററിലേക്ക് കൊടുക്കുന്ന AC സപ്ലൈയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അതായത് സ്റ്റേറ്ററിലെ AC സപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പോള് നോർത്ത് പോള് വിൽ ബി ചേഞ്ച്ഡ് ടു അല്ലെ. ആ നോർത്ത് NS എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് ഇപ്പോൾ SS എന്നാണ് കാണപ്പെടുന്നത് അല്ലെ. അതെന്തുകൊണ്ടാണ്? ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ആണ്. സോ നെക്സ്റ്റ് കേസിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരുന്ന റോട്ടോർ നെക്സ്റ്റ് കേസിൽ അട്രാക്ഷൻ സംഭവിക്കുന്നു. അതായത് റോട്ടോറിന് ഒരു ഇനേഴ്ഷ്യ ഉണ്ടാവുന്നു. ആദ്യം ആന്റി ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിന്റെ ഇനേഴ്ഷ്യ കാരണം അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. സൂചി നിങ്ങൾ ഫസ്റ്റ് ക്ലോക്ക് വൈസിലേക്കും ആന്റി ക്ലോക്ക് വൈസിലേക്കും ചലിക്കുന്നതായി നിങ്ങൾ നോക്കുക. അതൊരിക്കലും തന്നെ എന്ത് ചെയ്യുന്നില്ല, റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് ഒരു സിങ്ക്രണസ് മോട്ടോറിൽ സംഭവിക്കുന്നത്. ആന്റി ക്ലോക്ക് വൈസിലേക്കും ക്ലോക്ക് വൈസിലേക്കും മാറി മാറി ഇങ്ങനെ ഒരു പൾസ് പോലെ ഉണ്ടായിരിക്കുകയാണ്. ഇതിനെ നമ്മൾ പൾസേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നു. അതായത് ഒരു യൂണി ഡയറക്ഷണൽ ടോർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് സിങ്ക്രണസ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല എന്ന് പറയുന്നത്. നമ്മൾ മെഷീനിലേക്ക് സ്റ്റേറ്ററിലേക്ക് AC റോട്ടറിലേക്ക് DC എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നതാണ് ഒരു ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനെ ഒരു പൾസേറ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, യൂണി ഡയറക്ഷൻ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സിങ്ക്രണസ് മോട്ടോർ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണെന്ന്. എങ്ങനെയെല്ലാം ഇതിനെ സ്റ്റാർട്ട് ചെയ്യാം നോക്കൂ. ഇത് സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഈ പ്രശ്നമില്ല. നമുക്ക് വൺസ് ഇതൊരു മാഗ്നറ്റിക് ലോക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമുക്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് മാഗ്നറ്റിക് ലോക്കിങ്ങിൽ എത്താൻ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സർ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് ക്ലിയർ ഇല്ല. സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ്. നമുക്ക് കുറച്ച് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് നോക്കാം. ഞാൻ പറഞ്ഞത് ഇത് ഒരിക്കലും തന്നെ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. കുറച്ചു നേരം ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷനിൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല, പൾസേറ്റിംഗ് ടോർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്ന. പോണി മോട്ടോർ സ്റ്റാർട്ടിംഗ് ആണ്. നെക്സ്റ്റ് മെത്തേഡ് DC മെഷീൻ സ്റ്റാർട്ടിംഗ്. നെക്സ്റ്റ് ഡാമ്പർ വൈൻഡിങ് സ്റ്റാർട്ടിംഗ്. ഈ ഡാമ്പർ വൈൻഡിങ് നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു. സൈലന്റ് പോൾ നിങ്ങൾ നോക്കിയപ്പോൾ അതിലെ ഡാമ്പർ വൈൻഡിങ് കണ്ടിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. യൂസിങ് ഇതാണ് പോണി മോട്ടോർ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. പോണി മോട്ടോർ എന്ന് വെച്ചാൽ സ്മോൾ ഇൻഡക്ഷൻ മോട്ടറാണ്. ഈ സ്മോൾ ഇൻഡക്ഷൻ മോട്ടോറിനെ നമ്മുടെ സിങ്ക്രണസ് മോട്ടറിന്റെ റോട്ടറിലേക്ക് കപ്പിൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഈ റോട്ടറിലേക്ക് കപ്പിൾ എന്താണ് അഡ്വാൻറ്റേജ്? ഇനീഷ്യലില് നമ്മൾ ഉണ്ടാവുന്ന ആ പൾസേറ്റിംഗ് ടോർക്കിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആ പൾസേറ്റിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്ത് പ്രിവെന്റ് ചെയ്യാം. ഇനീഷ്യലി ദ സിങ്ക്രണസ് മോട്ടർ ഈസ് കപ്പിൾഡ് വിത്ത് പോണി മോട്ടർ. സോ ആദ്യം ഈ പോണി മോട്ടർ വെച്ച് നമ്മൾ ഒരു സിങ്ക്രണസ് സ്പീഡിലേക്ക് മെഷീനെ എത്തിക്കും. സിങ്ക്രണസ് സ്പീഡിലേക്ക് മെഷീനെ എത്തിക്കുമ്പോൾ അതിന് ശേഷം ഈ മോട്ടർ പോണി മോട്ടറെ നമ്മുടെ സ്മോൾ ഇൻഡക്ഷൻ മോട്ടറിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയും ആ സിങ്ക്രണസ് സ്പീഡിൽ അതിനെ കണ്ടിന്യൂ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ അലോ ചെയ്യാണ് ചെയ്യുക. അതായത് സിങ്ക്രണസ് സ്പീഡ് വരെ ഈ പോണി മോട്ടറിന്റെ ഹെൽപ്പിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് മെയിൻലി സിലിണ്ടർ സ്റ്റാർട്ടിങ് നമ്മൾ പ്രിഫർ ചെയ്യാം. സൈലന്റ് പോൾ ഡാമ്പർ വൈൻഡിങ്ങിന് ഉപയോഗിക്കുന്നത്. സോ സിലിണ്ടറിക്കൽ റോഡാണ് നമ്മൾ ഹൈ സ്പീഡിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നതും സിലിണ്ടറിക്കൽ റോഡാണ്. സോ ലാർജ് ഔട്ട്പുട്ട് പവറിന് വേണ്ടിയിട്ടും ലാർജ് സ്പീഡിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ പോണി മോട്ടർ ഒരു സ്മോൾ ഇൻഡക്ഷൻ മോട്ടറിനെ കപ്പിൾ ചെയ്ത് കൊടുക്കുകയും ഒരു സിങ്ക്രണസ് സ്പീഡ് വരെ ആ പോണി മോട്ടർ സ്റ്റാർട്ട് ചെയ്യും. സിങ്ക്രണസ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ഡീകപ്പിൾ ചെയ്യുകയാണ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റാർട്ടിങ്. സ്റ്റാർട്ടിങ് എ സിങ്ക് യൂസിങ് DC മെഷീൻ. ഇത് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്കറിയാം സിങ്ക്രണസ് സ്റ്റേറ്ററിലേക്ക് നമ്മൾ AC സപ്ലൈ കൊടുക്കുന്നു, റോട്ടറിൽ DC സപ്ലൈ ആണ്.
മോട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു ഡി സി ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കുക അല്ലെ. ഡി സി ജനറേറ്റർ ആണ് നമ്മൾ റോട്ടറിലേക്ക് ഡി സി സപ്ലൈ കൊടുക്കാൻ ഉപയോഗിക്കുക. ആരും തന്നെ എ സിയെ റെക്ടിഫൈ ചെയ്ത് ഡി സി ആയി കൊടുക്കാൻ ഉപയോഗിക്കില്ല. അത് നമുക്ക് അതിന്റെ കൺവേർഷൻ എഫിഷ്യൻസി വളരെ പൂർ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡി സി ജനറേറ്റർ ആണ് ഉപയോഗിക്കുക. സോ എ സിയെ റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. ആ കൊടുക്കുന്ന ഡി സി ജനറേറ്റർ നമുക്ക് ഡി സി മെഷീനെ ഡി സി ജനറേറ്റർ മോട്ടോർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഡി സി ജനറേറ്റർ, അതായത് എക്സൈറ്റേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡി സി മെഷീനെ നമ്മൾ മോട്ടോർ ആയിട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് സ്റ്റേറ്ററിലേക്ക് എ സി സപ്ലൈ കൊടുക്കുന്നു. ഈ ഡി സി മോട്ടോർ നമ്മൾ നമ്മുടെ സിൻക്രണസ് മോട്ടോറിന്റെ റോട്ടറിലേക്ക് കപ്പിൾ ചെയ്യുകയും ആ കപ്പിൾ ചെയ്തതിനു ശേഷം സിൻക്രണസ് സ്പീഡിലേക്ക് എത്തിക്കുന്നു. അതായത് 120 F/P എന്നുള്ള ആ സ്പീഡിലേക്ക് എത്തിക്കുന്നു ഇനീഷ്യലി. ആ 120 F/P എന്നുള്ള സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം? റോട്ടറിന് എക്സൈറ്റേഷൻ വേണം അല്ലേ. സോ വേഗം മോട്ടോറിനെ റീജനറേറ്റ് ചെയ്യിപ്പിക്കുക. അതായത് 2 ക്വാഡ്രന്റ് ഓപ്പറേഷൻ ഓഫ് ചോപ്പർ എല്ലാം ഡി സി ഡ്രൈവ്സ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് 2 ക്വാഡ്രന്റിലും ഫോർവേഡ് മോട്ടറിംഗ് മോഡിലും ബ്രേക്കിംഗ് മോഡിലും, അതായത് ജനറേറ്റിംഗ് മോഡിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡി സി മെഷീൻസ് ആണ്. ഇപ്പം പവർ ഇലക്ട്രോണിക്സിന്റെ അഡ്വാൻറ്റേജ് കാരണം നമുക്ക് പല ടൈപ്സിലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, മോട്ടറിംഗിലും ബ്രേക്കിങ്ങിലും. സോ അതുവരെ മോട്ടറിംഗ് ആയിരുന്ന ഡി സി മോട്ടോർ പെട്ടെന്ന് തന്നെ സിൻക്രണസ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം ബ്രേക്കിംഗ് ക്വാഡ്രന്റിൽ ജനറേറ്റിംഗ് മോഡിലേക്ക് മാറ്റി അതിനെ ജനറേറ്റർ ആക്കി മാറ്റി നമ്മൾ അതിന്റെ ഫീൽഡിലേക്ക് എക്സൈറ്റേഷൻ കൊടുക്കുന്നു. ഇതാണ് ഡി സി മെഷീൻ സ്റ്റാർട്ടിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മെഷീൻ എക്സ്റ്റേണൽ നമുക്ക് ഒരു പ്രൈം മൂവറിന്റെ ആവശ്യമില്ല. നേരത്തെ മെത്തേഡിൽ എന്തൊക്കെയായിരുന്നു? നമുക്കൊരു പോണി മോട്ടോർ വേണം അല്ലേ. സോ അതിന്റെ കോസ്റ്റും അതിന് വേണ്ടുള്ള വേസ്റ്റേജ് എല്ലാം നമുക്ക് ഫിനാൻഷ്യൽ എക്കണോമിക് അല്ല. സോ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ എക്സൈറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സെയിം മോട്ടോർ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സൈറ്റേഷൻ കൊടുക്കാനും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. സ്റ്റാർട്ടിങ് സിൻക്രണസ് മോട്ടോർ യൂസിങ് ഡാമ്പർ വൈൻഡിങ്. ഇതാണ് നമ്മൾ സാലിയൻ പോൾ മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. ഈ ഡാമ്പർ വൈൻഡിങ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഡാമ്പർ വൈൻഡിങ് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടഡ് കോപ്പർ ബാർസ് ആണ്. നിങ്ങൾ ഇൻഡക്ഷൻ മോട്ടോറിൽ സ്ക്വിരൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് കേട്ടിട്ടുണ്ടാവും. സ്ക്വിരൽ കേജ് ഷേപ്പിൽ അല്ലെ, അലുമിനിയം ബാർസ് എൻഡ് റിങ്സ് വെച്ച് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതുപോലെയുള്ള ആ വൈൻഡിങ്സ് ആണ്, സ്ക്വിരൽ കേജ് വൈൻഡിങ്സ് ആണ് ഡാമ്പർ വൈൻഡിങ് ആയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൻക്രണസ് മോട്ടറിന്റെ സ്റ്റേറ്ററിലേക്ക് എ സിയും റോട്ടറിലെ സ്റ്റാർട്ടിങ് സമയത്ത് ഈ ഡാമ്പർ വൈൻഡിങ്ങിലുള്ള EMF കാരണം നമുക്ക് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. അത് ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇനീഷ്യലി സ്റ്റാർട്ടിങ് സമയത്ത് സിൻക്രണസ് മോട്ടോർ ഇൻഡക്ഷൻ മോട്ടോർ പോലെ വർക്ക് ചെയ്യുന്നു. സ്റ്റാർട്ടിങ്ങില് സിൻക്രണസ് ഒരു പെർട്ടിക്കുലർ, അതായത് സിൻക്രണസ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ഈ ഡാമ്പർ വൈൻഡിങ്ങിലുള്ള EMF നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും മെയിൻ ഫീൽഡ് വൈൻഡിങ് ഉപയോഗിച്ച് സിൻക്രണസ് മോട്ടറായിട്ട് ആക്ട് ചെയ്യാം. അതായത് സിൻക്രണസ് മോട്ടർ ആദ്യം ഇൻഡക്ഷൻ മോട്ടോർ പോലെ വർക്ക് ചെയ്യും, പിന്നീട് ഇൻഡക്ഷൻ മോട്ടോർ പോലെ ഇനീഷ്യലി വർക്ക് ചെയ്യുന്നു, ദെൻ സിൻക്രണസ് മോട്ടറായിട്ട് ആക്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇതിന് വേണ്ട ആകെ ഒരു റിക്വയർമെന്റ് എന്ന് വെച്ചാൽ, number of in this method the motor is first started as induction motor and then starts running as a synchronous motor after next point നോക്കാം. For this damper windings are used. Damper windings are additional winding consisting of copper bars placed in the slots in the pole face. The ends of the copper bars are short circuited. അത് EMF ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, these windings behave as the rotor of an induction motor. When 3-phase power is supplied to the motor starts running as an induction motor at a speed below initially synchronous കുറവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. After some time DC supply is given to the rotor. The motor starts running as a synchronous motor. അവസാനം കുറച്ച് ശേഷം മോട്ടറായിട്ട് തന്നെ ആക്ട് ചെയ്യും. When the motor reaches synchronous speed, there is no induced EMF in the damper winding anymore, and hence they don't have any effect on the working motor. ഡാമ്പർ വൈൻഡിങ്ങിന് പിന്നീട് ഒരു എഫക്റ്റും തന്നെ ഇല്ല. ഇത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്
റോട്ടറിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ മെത്തേഡാണ്. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് സർ. സർ കേൾക്കാവോ? ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ചേഞ്ച്ഡ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. നെക്സ്റ്റ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞത് പോണി മോട്ടോർ ഉപയോഗിച്ച് ചെയ്യുന്ന പോണി മോട്ടോർ സ്ക്വിറൽ കേജ് മോട്ടറാണ്. പക്ഷെ ഇവിടെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സ്ലിപ്പ് റിംഗ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ റിയോസ്റ്റാറ്റ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ തന്നെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയിരിക്കും. അതിന് കാരണം എക്സ്റ്റേണൽ റിയോസ്റ്റാറ്റ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ അതേപോലെ തന്നെയാണ്, വി ആർ കണക്ടിങ് വൺ എക്സ്റ്റേണൽ റിയോസ്റ്റാറ്റ് ഇൻ സീരീസ് വിത്ത് റോട്ടർ. റോട്ടറിനെ സീരീസ് connect the motor is first started as slip ring induction motor. Initially slip ring induction motor നെ പോലെ നമുക്ക് ആദ്യം ഇതിനെ സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? എക്സ്റ്റേണൽ റിയോസ്റ്റാറ്റ് വരും, ആ റിയോസ്റ്റാറ്റിൽ പവർ ഡ്രോ ചെയ്ത് പോകുമ്പോൾ എഫിഷ്യൻസി ഒന്ന് കുറയ്ക്കാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ DC സ്റ്റാർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ സാലിൻ പോൾ ആണെങ്കിൽ, സാലിൻ പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക ടർബോ ജനറേറ്ററിനൊക്കെയാണ്. ഹൈഡൽ പവർ ജനറേറ്ററാണ് സാലിൻ പോൾ. അതുപോലെ സ്പീഡ് ഓവർ it achieves near synchronous speed. DC excitation is given to the rotor and it is pulled into synchronism. Then it starts rotating as a synchronous motor. Synchronous speed എത്തിക്കഴിഞ്ഞാൽ റോട്ടറിലേക്ക് DC അതുവരെ നമ്മൾ കൊടുക്കില്ല, അതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് മെത്തേഡ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കൺസ്ട്രക്ഷനിലും. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ നോട്ട്സോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സർ QA. ഓക്കെ സർ, നമുക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് സർ വായിക്കാം. ഫസ്റ്റ് വൺ, ഹൗ ലെങ്ത് ഓഫ് കോർ വിൽ ഇൻക്രീസ് വെൻ കട്ട് ഇൻ ടു സ്ലൈസസ്? How length of core will increase when cut into slices? എനിക്ക് മനസ്സിലായത് അതായത് ലാമിനേഷൻ, എന്തുകൊണ്ടാണ് ലാമിനേഷൻ ചെയ്യുന്നതാണ്, അത് എത്ര ലെങ്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാമെന്ന്. ലെങ്ത് എന്ന് വെച്ചാൽ അതൊരു ഡിസൈൻ ഫാക്ടർ ആണ്. അത് നമ്മൾ എഡി കറന്റ് ലോസ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ റോയൽ ബൈ എ എന്നുള്ള ഇക്വേഷൻ, റെസിസ്റ്റൻസ് R is equal to റോയൽ ബൈ എ എന്നുള്ള ഇക്വേഷനും എഡി കറന്റും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ചെയ്തിട്ടാണ് നമ്മൾ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാനുഫാക്ചറിംഗിൽ. നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ ഞാൻ അതിന്റെ നോട്ട്സ് അയച്ചു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ. S delta connected winding possible in stator? ഡെൽറ്റ കണക്റ്റഡ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കില്ല. അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാർ കണക്റ്റഡ് തന്നെയാണ്. സോ നമ്മൾ അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും പോവാതെ വൈൻഡിങ്സും ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് നമുക്ക് ഏറ്റവും കൂടുതൽ സിംപ്ലർ വൈൻഡിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് സ്റ്റാർ കണക്റ്റഡിൽ തന്നെയാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആണ് സ്റ്റേറ്ററിൽ കൊടുക്കുന്നത്. Next question, sir. The question, what is the function of spindle in salient pole? റോട്ടറിലേക്ക് പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ റോട്ടർ പുഷ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തിനാണ്? കപ്ലിംഗ് ഡിവൈസ് ആണ് എന്ന് പറഞ്ഞ സാധനം. നെക്സ്റ്റ് സർ. Okay, next question. Please mention different types of winding used in stator and rotor.
വൈൻഡിങ്ങും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് സ്റ്റേറ്ററിൽ ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങും റോട്ടറിൽ ഉപയോഗിക്കുന്നത് സാലിയൻ പോളിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആണ്. സാലിയൻ പോളിൽ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നോൺ സാലിയൻ പോളിൽ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. Okay, sir, one more question. What will happen if the load of synchronous motors changes suddenly? ഓക്കെ, നെക്സ്റ്റ് ഒരു പോർഷൻ തന്നെയാണ്. നമുക്ക് ലോഡ് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ലോഡ് എത്രത്തോളം നമുക്ക് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യന്റെ ഏറ്റവും ലാസ്റ്റ് ആൻസർ എന്ന് വെച്ചാൽ സിങ്ക്രണസ് മോട്ടോർ വിൽ കം ടു റെസ്റ്റ് ആണ്. അതായത് ഈ മെഷീൻ മാക്സിമം ലോഡ് എത്തിക്കഴിഞ്ഞാൽ ഇത് റെസ്റ്റിലേക്ക് വരും. മെഷീൻ സിങ്ക്രണസ് മോട്ടോർ റെസ്റ്റിലേക്ക് വരും, അതായത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലേക്ക് വരും. അത് എന്തുകൊണ്ടാണ്? ഒരു മെഷീൻ ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് വി ആണെങ്കിൽ അത് മെഷീനിൽ ഉണ്ടാവുന്ന ബാക്ക് EMF എപ്പോഴും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഒരു നോ ലോഡ് മോട്ടോർ ആണെങ്കിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. വിയും ടിയും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഇത് എപ്പോഴും ഒരു ഐഡിയൽ മോട്ടറിന്റെ കണ്ടീഷനാണ്. ഒരിക്കലും തന്നെ ഈ ഐഡിയൽ മോട്ടറായിട്ട് നമുക്ക് സ്ലൈറ്റ് ആംഗിൾ ഡിഫറൻസിലാണ് ബാക്ക് EMF ഡെവലപ്പ് ചെയ്യുക. ആ ആംഗിളിനെ നമ്മൾ ലോഡ് ആംഗിൾ എന്നാണ് പറയാം, അല്ലെ, ഡെൽറ്റ. ആ ലോഡ് ആംഗിൾ എന്താ സംഭവിക്കാം? സ്റ്റേറ്ററിന്റെ സെയിം ആംഗിളിലല്ല, റോട്ടറിന് ഒരു ഫുൾ ബാക്ക് ഉണ്ടാവും. അതിനാണ് ലോഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ലോഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലോഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മാക്സിമം വരെ നമുക്ക് ഒരു റിസൾട്ടന്റ് EMF കിട്ടുകയും ഒരു നമുക്ക് നെറ്റ് കറണ്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ മാക്സിമം വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും ലോഡിനെ, ടോർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലോഡിനെ നമ്മൾ പുൾ ഔട്ട് ടോർക്ക് എന്നാണ് പറയാം. ഇനി വീണ്ടും നിങ്ങൾ ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവസാനം എന്ത് സംഭവിക്കും? മെഷീൻ സ്റ്റാൻഡ് സ്റ്റിൽ ആവും. ലോഡ് ആംഗിൾ എന്ന് വെച്ചാൽ ഇതാണ്. അല്ല, ഐഡിയൽ കണ്ടീഷനിൽ മെഷീൻ വോൾട്ടേജും EMF-ഉം ഔട്ട് ഓഫ് ഫേസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. ബട്ട് ഒരിക്കലും തന്നെ അത് അങ്ങനെ കിട്ടില്ല. ഒരു സ്ലൈറ്റ് ആംഗിൾ ഡിഫറൻസ്, അതായത് സ്റ്റേറ്ററിന്റെയും റോട്ടറിന്റെയും തമ്മിലുള്ള ഒരു സ്ലൈറ്റ് ആംഗിൾ ആണ്. ലോഡ് കാരണം ഉണ്ടാവുന്ന ഒരു ആംഗിൾ ആണ്. സ്റ്റേറ്റർ നിൽക്കുന്ന പൊസിഷനിൽ റോട്ടർ നിൽക്കണമെന്നില്ല, ഒരു ചെറിയൊരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവും, ആ ഡെൽറ്റ. അതിനെയാണ് നമ്മൾ ലോഡ് ആംഗിൾ എന്ന് പറയാം. അതിനെ ടാൻ ഇൻവേഴ്സ് XS/RS എന്ന് പറഞ്ഞ ഒരു ഫോർമുല എല്ലാം വെച്ച് നിങ്ങൾ ഈക്വലന്റ് സർക്യൂട്ട് എല്ലാം വെച്ച് പഠിക്കുമ്പോൾ സെപ്പറേറ്റ് സെക്ഷൻ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ബേസിക്സ് മാത്രം പറഞ്ഞെന്നുള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ലോഡ് ആംഗിൾ കൊണ്ടുള്ള ഐഡിയ. ലോഡ് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ മെഷീന് സ്റ്റാൻഡ് സ്റ്റിൽ ആവും. മാക്സിമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ. സർ, സിങ്ക്രണസ് മോട്ടോർ ഡാമ്പർ വൈൻഡിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു പോർഷൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ സെക്ഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് ക്ലിയർ അല്ലായിരുന്നു. ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടും സാർ ഒന്ന് പറഞ്ഞാൽ മതി. സാലിയൻ പോൾ മോട്ടോറിലാണ് ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുക. ഇതിലെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മെയിൻ ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും, ഡാമ്പർ വൈൻഡിങ്. മെയിൻ ഫീൽഡ് വൈൻഡിങ് നമ്മുടെ സാധാരണ റോട്ടറിലേക്ക് വേണ്ട വൈൻഡിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഡാമ്പർ വൈൻഡിങ് നമ്മൾ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഇനീഷ്യലി ഡാമ്പർ വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ടഡ് കോപ്പർ ബാർസ് ആണ്. സോ AC സ്റ്റേറ്ററിലേക്ക് AC സപ്ലൈ കൊടുക്കുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം ഈ ഡാമ്പർ വൈൻഡിങ്ങിൽ EMF ജനറേറ്റ് ചെയ്യുന്നു. EMF ജനറേറ്റ് ചെയ്ത് കാരണം എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫോഴ്സ് നമ്മുടെ സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ അതായത് അതിനെ ഫോളോ ചെയ്തിട്ട് ഈ ഡാമ്പർ വൈൻഡിങ്ങിലുള്ള റൊട്ടേറ്റിംഗ് ഫീൽഡ്, അതായത് ആ വൈൻഡിങ്ങിലുള്ള സ്റ്റേറ്ററിനെ ഫോളോ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യും. അതൊരു സ്ലിപ്പ് ലെസ് ദാൻ സ്റ്റേറ്ററിന്റെ സ്പീഡിനെക്കാളും ലെസ് ദാൻ ഒരു സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് സിങ്ക്രണസ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ആ ഡാമ്പർ വൈൻഡിങ് കട്ട് ഔട്ട് ചെയ്യുകയും പിന്നീട് റോട്ടർ വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. അത് ഇനീഷ്യലി ഒരു സ്ക്വിരൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, മ്യൂച്വൽ ഇൻഡക്ഷൻ മോട്ടോർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതേ കണ്ടീഷനിൽ ഇനീഷ്യലി ഡാമ്പർ വൈൻഡിങ് മോട്ടോർ വർക്ക് ചെയ്യുകയും പിന്നീട് അത് സിങ്ക്രണസ് മോട്ടറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. എനിമോർ സർ? സോ ഫാർ ഇത്രേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ സർ. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് കാണുള്ളൂ സർ. ഓക്കെ, അപ്പോൾ സർ താങ്ക് യു സർ. സർ, ഇൻ കേസ് ഇനി എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഞാൻ സാറിന് മെയിൽ ചെയ്യാം. സാർ ജസ്റ്റ് അത് ആൻസർ ചെയ്തിട്ട് റിപ്ലൈ ആയിട്ട് തന്നാൽ മതി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. ഓക്കെ സർ, വാട്ട് ഈസ് ഹണ്ടിങ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
What is hunting? ഹണ്ടിങ് എന്ന് വെച്ചാല് സ്റ്റേറ്റ് സിങ്ക്രണസ് മോട്ടർ എപ്പോഴും ഒരു സിങ്ക്രണസ് സ്പീഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് റോട്ടർ എപ്പോഴും ലെസ് ദാൻ സിങ്ക്രണസ് സ്പീഡിൽ, അതായത് ഏറ്റവും ബേസിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചാൽ ഒരു മുയൽ ഒരു ക്യാരറ്റിനെ പിടിക്കാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പാമ്പ് തവളയെ പിടിക്കാൻ പോകുന്ന പോലെ, പാമ്പ് തവളയെ പിടിക്കുമ്പോൾ തവള വീണ്ടും ചാടും. ആ ഒരു കണ്ടീഷനാണ് വരുന്നത്. റോട്ടർ സ്റ്റേറ്ററിനെ പിടിക്കാൻ പോകുമ്പോൾ സ്റ്റേറ്റർ വീണ്ടും ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്ത് ഒന്നുകൂടെ ലേക്ക് പോകുന്നു. അതായത് ഇങ്ങനെ ഒരു എപ്പോഴും ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് വരാതെ തന്നെ ഒരു സ്ലൈറ്റ് ചേഞ്ചസിൽ സ്റ്റേറ്ററും റോട്ടറും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റിനെയാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ സർ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈസ് ഡാംബർ വൈൻഡിങ് സിമിലർ ആസ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്? വൈൻഡിങ് തന്നെയാണ് ഡാംബർ വൈൻഡിങ്. ഡാംബർ വൈൻഡിങ്ങിന് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. സ്റ്റാർട്ടിംഗ് വേണ്ടിയിട്ടാണ് ഡാംബർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ സർ, സോ ഫോർ ഇത്രയും ക്വസ്റ്റ്യൻസ് കാണുന്നുള്ളൂ. ഇൻ കേസ് ഇനി എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ സാറിന് മെയിൽ ചെയ്യാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ കൂടെ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സർ. അപ്പോൾ ടുഡേ സെഷൻ വാസ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് സിങ്ക്രണസ് മോട്ടോർ. താങ്ക് യു സർ. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ. എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ